ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എൻ്റെ മോന് മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. രണ്ടാളും രാവിലെ എണിച്ചിട്ടുണ്ടേന്. അങ്ങനെ മദ്രസയിലേക്ക് പോയപ്പോൾ ഞാൻ രാവിലെ ചായക്കുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ച്. അങ്ങനെ കടുമ്പാണ് ഞാൻ അന്ന് കാലത്ത് ഉണ്ടാക്കിയത്. ഞാനും പിള്ളേരും എല്ലാവരും കടുമ്പും ചായയെല്ലാം കുടിച്ച് പിള്ളേർ സ്കൂളിലേക്കെല്ലാം പോകാനൊരുങ്ങി പോയി സ്കൂളിലേക്ക്. അങ്ങനെ എൻ്റെ ചെറിയ മോളും എല്ലാവരും ചായയെല്ലാം കുടിച്ച്. പിന്നെ ഒരു ഉണ്ണിയപ്പം ഉണ്ടായിന്, അത് തിന്നു. പിന്നെ എൻ്റെ രണ്ടാളും സ്കൂളിലേക്ക് പോയില്ലേ. അപ്പോൾ ചെറിയ മോളുടെ ഒറ്റക്കായി അവളെ കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മൊബൈൽ എടുത്തിട്ട് പോകുമ്പോൾ അവൾക്കൊരു നാണക്കേടായി. ഈ കളിയെല്ലാം ഞാൻ ഷൂട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ട് ഇങ്ങനെ എന്തെല്ലാം കളിക്കുന്നുണ്ട് കുഞ്ഞിനെല്ലാം പിടിച്ചിട്ട്. പിന്നെ ഞാൻ മീൻ വാങ്ങാൻ പോയി. അങ്ങനെ മീൻ വാങ്ങിക്കൊണ്ട് വന്നു. നല്ല ഫ്രഷ് മത്തി ഉണ്ടായി, മത്തിക്കുഞ്ഞ്. അങ്ങനെ ആ മീനും വാങ്ങിക്കൊണ്ട് വന്ന് ഞാനും മോളും കൂടിയിട്ട് മീനെല്ലാം മുറിച്ച്. നല്ല മീനുണ്ടായിന്. അങ്ങനെ എല്ലാം ക്ലീൻ ആക്കിയിട്ടെടുത്ത്. മീൻ ഞാൻ ഇങ്ങനെ മുറിക്കില്ലേ, പിന്നെ എല്ലാവരും ഇങ്ങനെ മുറിക്കണമെന്നില്ല, ഓരോന്ന് ഇഷ്ടത്തിലെല്ലാം മുറിക്കുന്നത്. ഞാൻ ഈ ടൈപ്പിലാണ് മത്തി മുറിക്കൽ. എന്നോട് നിന്ന് ചോദിക്കുന്നത് ഞാൻ മീൻ മുറിക്കുന്നത്, ഞാൻ മീൻ മുറിക്കുന്നത് കത്തില കൊണ്ടാണ്. അത് ഞാൻ കൊടുത്ത് നമുക്ക് മുറിക്കാൻ കഴിയുന്നില്ല. പിന്നെ വൈകിട്ട് തന്നിട്ട് വിറ്റാമിൻസ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മത്തിക്ക് വലയിട്ടിട്ട് ഇവിടെ വെച്ച് എന്നിട്ട് കുറച്ച് ചാറാക്കാൻ വിചാരിച്ചു. തേങ്ങ ചതച്ചിട്ട് കുറച്ച് പറിച്ചപ്പോൾ ചാറിലേക്ക് ഇടാനും ആയി. കുറച്ച് പറിച്ചപ്പോൾ അങ്ങനെ അത് തിളക്കട്ടെ വിചാരിച്ചു. അങ്ങനെ കുറച്ച് മീനെടുത്തിട്ട് പിന്നെ മുളക് പൊടിയും പിന്നെ വിനാഗിരിയും ഇട്ടിട്ട് കുറച്ച് മീൻ ഫ്രൈ ആക്കാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഇതെല്ലാം ഒരു പെരക്കിയിട്ടായിട്ട് മീൻ ഫ്രൈ ആവാൻ വെച്ച്. അങ്ങനെ ഒരു ചട്ടിയിൽ ചാറ് തിളക്കുന്നുണ്ട്, പിന്നെ ഒരു ചട്ടിയിൽ മീൻ ഫ്രൈ ആവുന്നുണ്ട്. അതെല്ലാം അവിടെ ഇരിക്കട്ടെ വിചാരിച്ച് അവിടെ വെച്ച് ചെറിയ തീയിലാക്കിയിട്ട് ഞാൻ അവിടെ വെച്ച്. എന്നിട്ട് ഒരു ബീട്രൂട്ട് ഉണ്ടായി, അതിനെ തോലെല്ലാം എടുത്തിട്ട് കഴുകിയിട്ട് വാഷാക്കിയിട്ടെല്ലാം ആയിട്ട് അതിന് ഇതിൽ ചോപ്പറിലിട്ടിട്ട് മുറിക്കാൻ വിചാരിച്ചിട്ട് കഷ്ണാക്കിയിട്ട് ചോപ്പറിലേക്ക് ഇട്ട്. ചോപ്പറിൽ അതിന് നല്ല ഫൈനായിട്ട് നമുക്ക് നല്ലൊരു പൊടിയായിട്ട് കിട്ടുന്നു. അതിനുകൊണ്ടാണ് ഞാൻ ചോപ്പറിലാക്കുന്നത്. അങ്ങനെ ചോപ്പറിലെല്ലാം ഇട്ടിട്ടായിട്ട് നല്ല മുറിച്ചിട്ട് വെച്ച്. എന്നിട്ട് പിന്നെ കുറച്ച് കടുവും വെളുത്തുള്ളിയും കുറച്ചപ്പും അതെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കറി വെക്കാനായിട്ട് ഞാൻ അടുപ്പിൽ വെച്ച്. കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിന്. അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് കുറച്ച് വേവാൻ വെച്ച്. അങ്ങനെ അത് വെന്തിട്ട് വരുമ്പോൾ കുറച്ച് തേങ്ങ ചതച്ചതും കൂടെ ഇട്ട്. നമ്മളെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ട് വറവും മീൻ ചാറും പിന്നെ മീൻ കാച്ചിയതും എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം മോളും ഞാനും കൂടിയിട്ട് എല്ലാം റെഡിയാക്കി. കറിയും റെഡിയാക്കി, ചോറും റെഡിയാക്കി, എല്ലാം റെഡിയാക്കി. എൻ്റെ മോളും കൂടിയതുകൊണ്ട് വേഗമായി. അങ്ങനെ അവൾക്ക് ചോറ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ചോറും മീൻ പൊരിച്ചതെല്ലാം എടുത്ത്
പച്ചക്കറിയിലെടുത്തിട്ട് ചോറ് വിളമ്പിയിട്ട് വെച്ച്. അപ്പോൾ എൻ്റെ മോള് സ്കൂളിൽ നിന്ന് വന്നു. അങ്ങനെ അവളെ ചേച്ചി അന്നയില് പോയത്. അങ്ങനെ അവളെ ചങ്ങായിമാർക്കെല്ലാം ടാറ്റാക്കി. അങ്ങനെ സ്കൂളിൽ നിന്ന് ഒരു ചിരിയുണ്ട് വന്ന് സന്തോഷത്തിൽ. അങ്ങനെ ചിരിയിലെ ചേച്ചി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.